ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ വേണം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനിയത്തി, അതായത് കണിയുടെ ബർത്ത്ഡേ ആണ്. കണി അതപ്പോൾ നമ്മളെ കണിക്കുത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എല്ലാവരും കണിമോളെ വിഷ് ചെയ്യണം. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ആട്ടോ വന്ന്, അത് ആരാണെന്ന് നമ്മൾ നോക്കിയിട്ടേ പോകുന്നുള്ളൂ. അത് വേറെ ആരുമല്ല, കല്ലു അപ്പയും വന്നതാണ് കണിയുടെ ബർത്ത്ഡേക്ക്. ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നതാണ്. കണിക്ക് ഭയങ്കര സന്തോഷമായി. രാവിലെ തൊട്ട് ചോദിക്കുകയാണ് കല്ലു ചേച്ചി വരുമോ, കല്ലു ചേച്ചി വരുമോ എന്ന്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചാമ്മ, അമ്മാമ്മ, വല്യച്ഛ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇന്നലെ വന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നത്, നാവായിക്കുളത്തുള്ള. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. ഇതാണ് സ്വർണ്ണ കൊടിമരം. അപ്പോൾ നമ്മൾ തൊഴുത് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ തൊഴുത് പുറത്തിറങ്ങാൻ പോവുകയാണ്. കൂട്ടുകാരെ, കണിയുടെ ഡ്രസ്സ് കണ്ടോ? അടിപൊളിയല്ലേ, കലക്കനല്ലേ? ഇത് അച്ചാമ്മ കണിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അടിപൊളിയായിരുന്നു. ഇനിയൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് കണിയുടെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഒരു കൂട്ടുകാരനാണ് ഇത്, ബെസ്റ്റ് ഫ്രണ്ട്. ഇനി 2 കൂട്ടുകാരും കൂടെ വരാനുണ്ട്. അവരെ അമ്മ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. ദാ അമ്മ സ്കൂട്ടിയിൽ അവരെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരെയും കാത്താണ് നമ്മൾ ഈ വഴിയിൽ നിൽക്കുന്നത്. അപ്പോൾ അമ്മ സ്കൂട്ടിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇവർ 3 പേരുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ കണിമോളെ ബർത്ത്ഡേ അടിപൊളിയാക്കുക എൻ്റെ കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. പോണ വഴിയേ കാണാം. എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങി. ബലൂണൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കർ എടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി നമുക്ക് പറ്റുന്ന കണക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കലക്കനാക്കിയിട്ടുണ്ട് ഡെക്കറേഷൻ. അപ്പം അമ്പാടിയും പീലിച്ചേച്ചി മൂത്തേമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. അമ്പാടി ഹായോട്. ഡെക്കറേഷനൊക്കെ നമ്മൾ സെറ്റാക്കി ഹാപ്പി ബർത്ത്ഡേ കണിന്നൊക്കെ എഴുതി അടിപൊളിയാക്കി. ഇനി അടുത്തായിട്ട് കേക്ക് മുറിക്കാൻ സമയമായി. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് കേക്കൊക്കെ കൊണ്ടുവരികയാണ്. കേക്ക് മുറിക്കുന്നതാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേക്ക്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും കേക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. അത്രയ്ക്ക് നല്ല കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേനെ കൂട്ടുകാർ ദൃശ്യ ആൻറ്റിയാണ് ഈ കേക്കൊക്കെ സെറ്റാക്കി തന്നത്. നല്ല അടിപൊളി കേക്കായിരുന്നു. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ കണി എന്നൊക്കെ എഴുതി യൂണിക്കോണിൻ്റെ പടമൊക്കെ വെച്ച് അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് മുറിച്ചപ്പോൾ കണിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൈ കൊട്ടി ഹാപ്പി ബർത്ത്ഡേ കണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പോൾ കണിമോക്ക് എല്ലാവരും കേക്ക് വായി വെച്ച് കൊടുക്കുകയാണ്. അന്ന് കുറേ കേക്ക് കണി തിന്ന് എല്ലാവരും വെച്ച് കൊടുക്കുകയാണ്. കണിമോക്ക് ആരെയെന്ന് മേടിച്ച് തിന്നണമെന്ന് ഉള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അമ്മ കേക്ക് കട്ട് ചെയ്തിട്ട് കണിക്ക് കേക്ക് കൊടുക്കുകയാണ്. കണിക്ക് കേക്ക് തിന്ന് അവൾക്ക് നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത അച്ചാമ്മ കേക്ക് കൊടുക്കുകയാണ്.
നമുക്ക് എല്ലാവരെയും കേക്ക് തിന്നണം. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഇനി അടുത്ത അമ്മാമ്മ കേക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പീലി ചേച്ചിയും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് മൂത്തയമ്മ കേക്ക് കൊടുക്കുന്നു. അപ്പം എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി. പക്ഷെ ചെറുതായിട്ട് ഫ്ലോപ്പായും പോയി. മുട്ടായൊക്കെ വെച്ച് കുറേ മുട്ടായൊക്കെ വെച്ചിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതിങ്ങനെ തുറക്കുമ്പോൾ പിരിന്ന് വരണമായിരുന്നു. പക്ഷെ അത് പിരിന്ന് വന്നില്ല. എന്തോ ഒരു ജാമായി പോയത്, അതുകൊണ്ട് അത് പിരിന്ന് വന്നില്ല. ചെറിയൊരിത് പറ്റി. എന്നാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും മുട്ടായൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ജാമാണ്ട് ഇളക്കാനും ഒത്തിരി പാടായിരുന്നു. അങ്ങനെ ഒരുപാട് മുട്ടായി വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. മുട്ടായി വെച്ചുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ മുട്ടായി നോക്കിയായിരുന്നു ഇങ്ങനെ. അവൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടായാണ് ഞാൻ വെച്ചത്. എന്താ ചിരിക്കുന്നുണ്ട? അപ്പോൾ ഇനി അടുത്ത അമ്പാടി ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയായിരുന്നു. ഒരു കളിപ്പാട്ടമായിരുന്നു ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുക്കുകയാണ് ഗിഫ്റ്റ്. അത് ബിസ്ക്കറ്റ്, മുട്ടായി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അടുത്തതെന്ന് പറയുന്നത് എൻ്റെ 2 കൂട്ടുകാരൂടെ ചേർന്ന് ഒരു സമ്മാനം കൊടുത്ത്. അത് എന്തരാണെന്ന് പിന്നെ പറയാം. അത് കഴിഞ്ഞ് അമ്മാമ്മ ഡ്രസ്സ് കൊടുക്കുകയാണ് ഗിഫ്റ്റായിട്ട്. അത് കഴിഞ്ഞ് പീലി ചേച്ചിയും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതും ഡ്രസ്സാണ്. അങ്ങനെ പീലി ചേച്ചിയും ഗിഫ്റ്റ് കൊടുത്ത്. അത് കഴിഞ്ഞ് കല്ല് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എല്ലാ ഗിഫ്റ്റും കണ്ടപ്പോൾ കാണിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം പൊട്ടിച്ച് നോക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി അങ്ങനെ വല്യച്ഛൻ കേക്ക് മുറിച്ച് പാത്രത്തിലോട്ട് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിനാണ് എല്ലാവരും കാത്തു നിന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കൊടുത്ത സമ്മാനം എന്തരാണെന്ന് കാണണ്ടേ. നല്ല അടിപൊളി ടെഡി ബിയറാണ്. അവൾ അത്രയുള്ള ടെഡി ബിയറാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അടുത്ത നമുക്ക് ആഹാരം കഴിച്ചാലോ. ഒരു സദ്യയാണ് ഒരുക്കിയത്. പച്ചടി, തോരൻ, പരിപ്പ്, സാമ്പാർ, പായസം, ചിക്കൻ എല്ലാം ചേർന്നതാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. ചെറിയൊരു ഫങ്ഷനാണ്. അത് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ച്. കണിമോക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചിട്ട് വൈകിട്ടായപ്പം എല്ലാവരും പിരിഞ്ഞ്. ഇതാണ് കണിയുടെ കുഞ്ഞ് ബർത്ത്ഡേ ഫങ്ഷൻ. ടാറ്റാ ബൈ ബൈ. സീ യു. അടുത്ത വീഡിയോ കാണാം.